അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണം, സൂക്ഷിക്കണമെന്ന് അതീവ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഹപര ജീവിതം അത് പൂർണാർത്ഥത്തിൽ വിജയം പ്രാപിക്കാൻ അനിവാര്യമായും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നാം ശ്രദ്ധിക്കുകയും ഗൗനിക്കുകയും ചെയ്യേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ എല്ലാം അടിത്തറയും അടിസ്ഥാനവും എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അള്ളാഹുവിനെ അവൻ പറഞ്ഞ വിധത്തിൽ ഇബാദത്ത് ചെയ്യുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായും അനുധാവനം ചെയ്യുക, അവിടുത്തെ ചര്യകളെ ഇത്തിബാഴ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ദീനിന്റെ കാമ്പ്, ആകത്തുക എന്ന് പറയുന്നത് ഒക്കെ അതാണ്. ഏതൊരു വ്യക്തിയെ നാം അനുഗ്രഹിക്കുമ്പോഴും ആ അനുകരണത്തിന്റെ ശരിയും തെറ്റും തിട്ടപ്പെടുത്തേണ്ടത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് യോജിക്കുന്നതാണോ വിയോജിക്കുന്നതാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് അതിന്റെ മാനദണ്ഡവും അളവുകോലുമായി ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ വിശ്വാസികൾക്കിടയിൽ യാതൊരുവിധ തർക്കവുമില്ല. നബിയെ അനുസരിക്കണോ വേണ്ടേ, നബിയെ സ്നേഹിക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല. ഏത് വിഭാഗം എടുത്തു നോക്കിയാലും ഈ വിഷയത്തിൽ എല്ലാവരും യോജിക്കുന്നവരാണ്. എത്രത്തോളം സ്നേഹിക്കണം എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്ക് വേണ്ടി ഭൗതികമായ പലവിധേനയുള്ള സഹായങ്ങൾ ചെയ്തു തരുന്ന ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണോ വേണ്ടേ? നമുക്ക് ജീവിതത്തിൽ അനിവാര്യമായ സഹായം ആവശ്യമുള്ള ഭൗതികമായ മേഖലകളിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നവരെ സ്നേഹിക്കണോ വേണ്ടേ? മാതാപിതാക്കളെ സ്നേഹിക്കണോ? നമ്മുടെ ഗുരുവര്യന്മാരെ സ്നേഹിക്കണോ? നമ്മുടെ വഴികാട്ടികളെ സ്നേഹിക്കണമോ? തുടങ്ങിയ വിഷയത്തിൽ ഒന്നും തർക്കമില്ല. ഈ പറയപ്പെട്ട ആളുകളെയെല്ലാം സ്നേഹിക്കുന്നതിന്റെ അപ്പുറം, അതിന്റെയും അപ്പുറം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹത്തിന് കെട്ടുറപ്പും അതിന് ബലവും ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ഈമാനും ബലപ്പെട്ടതും അത് പൂർത്തിയാകുകയും ചെയ്യൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പ്രമാണങ്ങൾ, നബിയുടെ തിരുമൊഴികളിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടതിന്റെ ന്യായം എന്താണ്? എന്തിനാണ് നമ്മൾ നബിയെ സ്നേഹിക്കുന്നത്? അതിനടിസ്ഥാനപരമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ വിശ്വാസ പൂർത്തീകരണത്തിന് അത് അനിവാര്യമാണ്. സ്വന്തം ദേഹത്തെക്കാൾ ഉപരിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഉത്കടമായ അടക്കാൻ കഴിയാത്ത സ്നേഹമുണ്ടാകണം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ
ഒരു വാചകവും പ്രസ്താവനയും നമുക്കത് സുപരിചിതമാണ്. ഞാൻ അത് വിശദമായി പറയുന്നില്ല. എനിക്ക് എന്റെ ദേഹം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയെ താങ്കളാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, താങ്കളുടെ ഈമാൻ എന്നെ താങ്കളുടെ സ്വന്തം ദേഹത്തെക്കാൾ ഉപരിയായി എന്നെ താങ്കൾ സ്നേഹിക്കാത്ത കാലത്തോളം താങ്കളുടെ ഈമാൻ അപൂർണമായിരിക്കും, അത് പൂർത്തിയാകുകയില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വേളയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് എന്റെ ദേഹത്തെ കഴിഞ്ഞും എന്റെ ദേഹത്തെക്കാൾ ഉപരിയായി, എനിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലായി അങ്ങയോടാണ് നബിയെ സ്നേഹം എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തിരുത്തി പറഞ്ഞ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽആൻ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ പരിപൂർണമായത് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാൻ പറ്റും. ഒന്നോ രണ്ടോ ഹദീസുകളല്ല ഇത് സംബന്ധമായി നമുക്ക് കാണാൻ കഴിയുക. ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യണം, അനുസരിക്കണം എന്ന് പറയുന്ന ഇഷ്ടം പോലെ ഹദീസുകൾ കാണാം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിൽ 10-50 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അനുസരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരയെ അനുധാവരണം ചെയ്യണമെന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അനുസരിക്കണമെന്ന് പറയുന്നതോടൊപ്പം അതിന്റെ മറുവശവും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേടോ ധിക്കാരവുമോ കാണിച്ചാൽ അതിന്റെ ദൂരവ്യാപകമായ ദുരന്തങ്ങളെ കുറിച്ച്, അതിന്റെ അപകടങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അപകടങ്ങളും ദുരന്തങ്ങളും അതുവഴി വന്നു ചേരുമെന്ന് വിശുദ്ധ ഖുർആൻ അതിശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹിയെ നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പരമ യാഥാർത്ഥ്യം, ഈ ഒരു സത്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ പറ്റിയ ഒരു സാഹചര്യവും സന്ദർഭവും ഉണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുള്ള നിസ്തുലമായ തുല്യതയില്ലാത്ത ത്യാഗ പരിശ്രമങ്ങളാണ് അതിന്റെ ഒരു കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കാരണത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളൊന്ന് നേർമാർഗത്തിലാവാൻ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ ഒരു നിമിഷാർദ്ധം പോലും പ്രവേശിക്കാതെ ആദ്യ ചാൻസിൽ തന്നെ സ്വർഗം ലഭിക്കുന്ന മഹാ സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുവാനും ഉൾച്ചേരാനും വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടേറെ ത്യാഗം സഹിച്ചിട്ടുള്ളത്. ആ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും, റസൂലുള്ളാഹിക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെയും നമ്മളോടുള്ള വാത്സല്യത്തിന്റെയും അതിന്റെ വൃത്തം എത്ര വിശാലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ വരച്ചു കാണിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറാ, എന്റെയും നിങ്ങളുടെയും ഉപമ തീ കത്തിച്ച ഒരാളെ പോലെയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫജഅലൽ ഫിറാശ് വൽ ജനാദിബു യഖഅന ഫീഹാ, പാറ്റകളും പ്രാണികളും ഒക്കെ ആ തീയുടെ ബാഹ്യമായ സൗന്ദര്യം കണ്ട് അതിൽ വന്ന് ചാടാൻ തുടങ്ങി. ഈ മനുഷ്യൻ ആ പാറ്റകളെയും പ്രാണികളെയും അതിൽ നിന്ന് അകറ്റുന്നു. തീ കത്തിച്ച മനുഷ്യനറിയാം അതിന്റെ അപകടം, അതിൽ പോയി ചാടിയാലുണ്ടാകുന്ന ദുരന്തം അദ്ദേഹത്തിന് അറിയാം. ആ മനുഷ്യൻ അദ്ദേഹത്തെ അതിൽ നിന്ന് ആട്ടിയകറ്റുന്നു, അവയെ ആട്ടിയകറ്റുന്നു. എന്നിട്ട് റസൂൽ പറയാം, വഅന ആഖിദും ബിഗുജസിക്കും അനിന്നാർ, നരകത്തിൽ നിങ്ങൾ പോയി ചാടാതിരിക്കാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് ഞാൻ പിറകോട്ട് വലിക്കുന്നു, പിടിച്ചു ഞാൻ മാറ്റുന്നു. അതിൽ പോയി ചാടല്ലേ, അപകടമാണത്
എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നു. പക്ഷേ വഅൻതും തഫല്ലതൂന മിൻ യദിയ്യ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കുതറി ശാഠ്യം പിടിച്ച് നിങ്ങൾ അതിൽ തന്നെ പോയി ചാടുകയാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോട് കരുണയും നമ്മോട് കൃപയും ഉണ്ട് എന്ന് ഈ ഉദാഹരണത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഒരൊറ്റ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള 4 വിശേഷണങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുള്ള കരുണയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയും. സൂറത്തു തൗബയിൽ ഒരു വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതൻ വന്നെത്തിയിരിക്കുന്നു. ആ ദൂതന്റെ പ്രത്യേകത അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, അദ്ദേഹം നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കണമെന്ന കാര്യത്തിൽ അതീവ തൽപരനാണ്, അങ്ങേയറ്റം താല്പര്യമുള്ള ആളാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം താല്പര്യമുള്ളവനാണ്. റഊഫുൻ, നല്ല കൃപയുള്ള ആളാണ്. റഹീമുൻ, നല്ല കരുണയുള്ള ആളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ആയത്തിൽ പറഞ്ഞിട്ടുള്ള വിശേഷണമാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. ഈ ഒരായത്തിൽ നിന്ന് തന്നെ അവിടുന്ന് നമ്മെ എത്ര കണ്ട് സ്നേഹിച്ചിരുന്നു എന്ന്, എത്ര കണ്ട് നമ്മോട് സ്നേഹമുണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ സ്നേഹമുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി എണ്ണമറ്റ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളത്. അവിടുന്ന് സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളുടെ നീണ്ട കുറ്റമറ്റ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അവിടുത്തെ ശാരീരികമായി ശത്രുക്കൾ ഉപദ്രവിച്ചപ്പോഴും, മാനസികമായി തളർത്താൻ ശ്രമിച്ചപ്പോഴും, സാമ്പത്തികമായി അവിടുത്തെ തളർത്താൻ ശ്രമിച്ചപ്പോഴും, പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോഴുമൊക്കെ അവിടുന്ന് സഹനത്തിന്റെ പാശം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉഹദിൽ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ മുൻപല്ല് പൊട്ടിച്ചിട്ടുണ്ട്, ചതിക്കുഴിയിൽ വീണിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ത്വായിഫിൽ നിന്ന് പ്രവാചകനെ എറിഞ്ഞാട്ടിയിട്ടുണ്ട്. തുടങ്ങി എത്രയെത്ര പീഡനങ്ങളുടെ ചരിത്രങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരതിയാൽ നമുക്ക് കാണാൻ കഴിയുക. ഇതൊക്കെ അവിടുന്ന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴം പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ആഴം നൽകുന്ന നബിക്ക് നമ്മോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴവും പരപ്പുമാണ് ഇതെല്ലാം ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ തന്നെ നബിയെ നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കണമെന്ന് ബോധ്യപ്പെടും. നിരവധി ന്യായങ്ങളും കാരണങ്ങളും നബിയെ സ്നേഹിക്കാനുണ്ടെങ്കിലും ഈ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ തന്നെ നമ്മൾ നബി എത്ര കണ്ട് സ്നേഹിക്കണമെന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ അവിടെ നിർത്തിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഞാനിവിടെ ആരംഭത്തിൽ തുടക്കത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച സൂറത്ത് തൗബയിലെ വചനത്തിൽ അല്ലാഹു തആല 8 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് ആ 8 കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് ഈ 8 കാര്യങ്ങളായിരിക്കണം നിങ്ങൾക്ക് അള്ളാഹുവിനെ, 8 കാര്യങ്ങളോട് അള്ളാഹുവിനെക്കാളും അവന്റെ ദൂതനെക്കാളും അവന്റെ മാർഗത്തുള്ള ധർമ്മ സമരത്തെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരം ഇവിടെ എണ്ണിപ്പറയാൻ പോകുന്ന 8 കാര്യങ്ങളാണ് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ടുവരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം എന്ന് പറയുന്നു. അത് ചുരുക്കി വിവരിക്കാം. കുല്ലിൻഖാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ എന്ന് പറഞ്ഞാൽ മാതാക്കളും അതിൽ പെടും. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സമ്പാദ്യം,
നഷ്ടം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിനു തർദൗനഹാ, നിങ്ങൾക്ക് പ്രിയങ്കരമായ നിങ്ങളുടെ വീടുകൾ, നിങ്ങൾക്ക് തൃപ്തികരമായ നിങ്ങളുടെ വീടുകൾ, ഈ പറയപ്പെട്ട 8 കാര്യങ്ങളാണ്. അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അല്ലാഹുവിനേക്കാൾ, വറസൂലിഹി, അവന്റെ ദൂതനേക്കാൾ, വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അംർ അഥവാ അവന്റെ ശിക്ഷ കൊണ്ടുവരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അംർ എന്നുള്ളതിന് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ള വ്യാഖ്യാനം അല്ലാഹുവിന്റെ ശിക്ഷ എന്നാണ്. അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ താക്കീതാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികളായ ജനതയെ അല്ലാഹു തആല നേർവഴിയിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള സ്നേഹം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അതാണ് മുകളിൽ പറഞ്ഞ 8 കാര്യങ്ങളോടാണ് ഈ പറഞ്ഞ അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള ഈ സ്നേഹത്തിന്റെ മീതെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അധർമ്മകാരികളാണ്, ഫാസിക്കുകളാണ്. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥമായ വിശ്വാസികളുടെ വൃത്തത്തിലേക്ക് കടന്നു വരാൻ സാധിക്കണമെങ്കിൽ മുകളിൽ പറഞ്ഞ 8 കാര്യങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാവാം, ഉണ്ടാകുന്നതിന് വിരോധമില്ല. പക്ഷെ അതെല്ലാം ഈ പറഞ്ഞ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിന്റെ താഴെ നിൽക്കാവൂ. അതിന്റെ മീതെ പോയാൽ നിങ്ങളുടെ റൂട്ട് തെറ്റിപ്പോകും. നിങ്ങൾ അധർമ്മകാരികളുടെ വഴിയെ, അവരുടെ മാർഗത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകും എന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ നമ്മെ താക്കീത് ചെയ്യുന്നത്. ഇത് നിങ്ങൾ നമുക്ക് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ അനുസരിച്ച് തന്നെയാണോ നമ്മുടെ ജീവിതമുള്ളത്? ഇതൊരു മാസത്തിൽ പരിമിതപ്പെട്ടു പോകുന്ന വഴിതെറ്റിയ സ്നേഹത്തെ കുറിച്ചല്ല. ഒരു വിശ്വാസിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടാകേണ്ടത് അതിനൊരു കാലത്തിന്റെ വൃത്തത്തിൽ ഒതുക്കി നിർത്താൻ പറ്റിയ കാര്യമല്ല. അവന്റെ ശ്വാസം നിലക്കുന്നതുവരെ അവന്റെ ജീവിതത്തിലോട് ഇഴചേർന്ന് നിൽക്കേണ്ടുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. മറ്റെന്തിനേക്കാളും സ്നേഹിക്കണം. ഞാനിവിടെ പറഞ്ഞ ആയത്തിൽ നിന്ന് തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും സലഫ് സാലിഹ്യങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള, സ്വഹാബികൾ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവിടെ സ്നേഹത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തുന്നത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി, ഖാന വല്ലാഹ്, അല്ലാഹു തന്നെയാണ് നേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മഹബ്ബ ഇലൈന മിൻ അംവാലിന വഔലാദിന വഅബ്നാഇന വഉമ്മഹാതിന വമിനൽ മാഇൽ ബാരിദി അലല്ലമ, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ധനം, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മാതാക്കൾ, തണുത്ത തെളിനീർ, തണുത്ത വെള്ളം, അതിശക്തമായ ദാഹമുണ്ടാകുമ്പോൾ കിട്ടുന്ന തെളിനീരിനേക്കാൾ ഞങ്ങൾക്ക് നബിയോടാണ് ഏറ്റവും അധികം സ്നേഹമുണ്ടായിരുന്നത് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതെവിടെ ജീവിതം പരിശോധിച്ചാലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ചെറുതോ വലുതോ ആയ കാര്യം, നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതോ വലുതോ ആകട്ടെ, അതെല്ലാം അപ്പടി പൂർണ്ണമായി ചോദ്യം ചെയ്യാതെ അനുധാവനം ചെയ്യുക എന്ന രീതിയാണ് അവർക്കുണ്ടായിരുന്നത്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നതും അതാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ അനുധാവനമാണ്. ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അനുകരിച്ചിരിക്കും, അദ്ദേഹത്തിന്റെ വേഷവിധാനം സ്വീകരിച്ചിരിക്കും, അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ സ്വീകരിച്ചിരിക്കും, അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് എടുത്തണിയാൻ നമ്മൾ ശ്രമിക്കും. അത് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അങ്ങേയറ്റം സ്നേഹിച്ചവർ ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും തർക്കമില്ലാതെ പറയാൻ പറ്റും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് തന്നെയാണ്. നമുക്ക് നബിയോടുള്ള സ്നേഹത്തിന്റെ എത്രയോ പതിമടങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുള്ളവരാണ് സ്വഹാബ. അതിൽ തർക്കമില്ല. ആ സ്വഹാബ കിറാമിന്റെ ജീവിതത്തിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന വിധത്തിലുള്ള ഒരു സ്നേഹപ്രകടനം കാണുക സാധ്യമല്ല. ഈ വിധത്തിലുള്ള സ്നേഹപ്രകടനം നബിയുടെ കാലത്തും സ്വഹാബത്തിന്റെ കാലത്തും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, നബിദിനം ആഘോഷിക്കുന്ന മൗലീദ് പാരായണം ചെയ്യുന്ന അതിനെ അനുകൂലിക്കുന്നവരും അതിനെ പ്രതികൂലിക്കുന്നവരും ഒരേ സമയം പറയും ഇത് നബിയുടെ കാലത്ത് ഏതായാലും ഇല്ല എന്ന്. നബിയുടെ കാലത്തുള്ള കാര്യമല്ല. ഇതിനെ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്ന ആളുകൾക്കും ഇടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി നമുക്ക് സ്വഹാബത്തിന്റെ കാര്യം തന്നെ പരിശോധിക്കാം. അവരാരും ഈ വിധത്തിലുള്ള ഒരു സ്നേഹപ്രകടനത്തിന് തുടക്കം കുറിക്കുകയോ അത് ചെയ്യുകയോ ചെയ്തവരല്ല. കുറച്ചാളുകളുടെ ചരിത്രം മാത്രം ഓടിച്ചു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബപരമായും ആദർശപരമായും അങ്ങേയറ്റം ബന്ധമുള്ളവരാണ് ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4 പേരും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പിതാവാണ്. നബിയുടെ ഭാര്യ പിതാവാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആ നിലക്ക് കുടുംബപരമായ ബന്ധമുണ്ട്, അങ്ങേയറ്റത്തെ ആദർശപരമായ ബന്ധവുമുണ്ട്. ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള ഒരുപാട് ഫളായിലുകളുള്ള ഒരു മഹാനാണ്. 2 വർഷത്തിലേറെ കാലം, 2 വർഷവും ഏതാനും മാസവും അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ട്. 2 വർഷവും 3 മാസവും 10 ദിവസവും അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ടെന്ന് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 വർഷം ഭരണം നടത്തുമ്പോൾ എന്തായാലും 2 റബീഉൽ അവ്വൽ കടന്നു വരിക സ്വാഭാവികമാണല്ലോ. അന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു ആഘോഷം കൊണ്ടാടിയതായി ചരിത്രത്തിൽ കാണുക സാധ്യമല്ല. ശേഷം ഭരണം നടത്തിയ ആളാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബ ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ പിതാവാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. ആദർശപരമായുള്ള ബന്ധത്തെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. 10 വർഷം ഭരണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എന്തായാലും ഒരു 10 റബീഉൽ അവ്വൽ കടന്നു പോയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആണല്ലോ 3ാമത്തെ ഭരണാധികാരി. അദ്ദേഹം 12 വർഷത്തോളം ഭരണം നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്തിട്ടുള്ള ആളാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്ന് നമുക്കറിയാം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവും ഏകദേശം 5 വർഷക്കാലം ഭരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു 5 റബീഉൽ അവ്വൽ കടന്നു പോയിട്ടുണ്ടാകും. ഇവരാരും ഇങ്ങനൊരു ആചാരം ചെയ്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് അവിടുത്തെ വഫാത്ത് കഴിഞ്ഞ് 40ഓളം വർഷം പിന്നെയും ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ഇപ്പുറത്ത് അവർ തന്നെ കഴിഞ്ഞിരുന്ന ആ ഹുജറയിൽ 40 വർഷക്കാലം ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിട്ടുണ്ട്. ഈ ദീർഘമായ 4 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ ചെറിയ ഒരു ആചാരം, ഒരു ചെറിയ കാരകയെങ്കിലും അതിന്റെ പേരിൽ വിതരണം ചെയ്തതായി കാണുക സാധ്യമല്ലെന്ന് പറയുന്നത് മഹാരഥന്മാരായ ചരിത്രകാരന്മാർ വിശ്വാസയോഗ്യമായ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് എന്നും ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. അവർക്കൊക്കെ നബിയോട് ഉണ്ടായിരുന്ന സ്നേഹം വളർന്ന് തിട്ടപ്പെടുത്തുവാൻ ഒരു മാപ്പിനിക്കും സാധ്യമല്ല. അത്ര കണ്ട് നബിയോട് ഉത്കടമായ സ്നേഹമുണ്ടായിരുന്ന ഒരൊറ്റ സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇനി
ശേഷമുള്ള ആളുകൾ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇൽ പങ്കെടുത്തിട്ടുള്ള വിടവാങ്ങൽ പ്രസംഗം കേട്ടിട്ടുള്ള 1,00,000-ലേറെ അനുചരന്മാരുണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അവരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തതായി കാണുക സാധ്യമല്ല. താബീങ്ങളുടെ കാലത്തില്ല. ഇതെല്ലാം ഉണ്ടായത് ബാദൽ ഖുറൂനിൽ മുഫദ്ദല, ഉത്തമമായ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണെന്ന് സർവാംഗീകൃതമായ കാര്യമാണ്. ഉത്തമ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചാൽ ആ ഉത്തമ നൂറ്റാണ്ടിലാണ് 4 മദ്ഹബിന്റെ ഇമാമുകളും കടന്നുപോയിട്ടുള്ളത്. ആദ്യത്തെ മദ്ഹബായ അബൂ ഹനീഫ റഹിമഹുല്ലയുടെയും ശേഷം വന്നിട്ടുള്ള മാലിക് റഹിമഹുല്ലയുടെയും മൂന്നാം മദ്ഹബായ ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെയും ശേഷം അവസാനമായി വന്നിട്ടുള്ള അറിയപ്പെട്ട 4ാമത്തെ മദ്ഹബ് എന്ന് പറയുന്നത് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മദ്ഹബാണ്. ഈ 4 മദ്ഹബിന്റെ ഇമാമുകളും ജീവിച്ചിട്ടുള്ളത് ഉത്തമ നൂറ്റാണ്ടിലാണ്. അവർക്കാർക്കും ഇത് പരിചയമില്ല എന്നാണ് ഉത്തമ നൂറ്റാണ്ടിന് ശേഷം ഇത് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. പ്രമുഖരായ മുഹദ്ദിസുകൾ ജീവിച്ചു പോയിട്ടുള്ളതും ഈ ഉത്തമ നൂറ്റാണ്ടിലാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഒക്കെ ജീവിച്ചിട്ടുള്ളത് ഈ ഉത്തമ നൂറ്റാണ്ടിലാണ്. അവർക്കാർക്കും പരിചയമില്ലാത്ത, അവർക്കാർക്കും കേൾവി പോലുമില്ലാത്ത ഒരു ആചാരമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമ്മൾ ഇതാരോടെങ്കിലുമുള്ള വിരോധത്തിന്റെ പേരിൽ പറയുന്നതല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനമല്ല, റസൂലുള്ള കാണിച്ചു തന്നിട്ടുള്ള ചര്യയുടെ നേർഗണ്ണനമാണ് ഇത് എന്ന് സ്നേഹബുദ്ധിയ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു സദുദ്ദേശ്യം മാത്രമേ നമുക്ക് ഇതിന്റെ പിന്നിലുള്ളൂ. ഇനി അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പേരിൽ നടത്തുന്ന മൗലിദിന്റെ ഉള്ളടക്കം പരിശോധിച്ചാലും ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ പലതും അതിലുണ്ട്. തൗഹീദിന് വിരുദ്ധമായ പലതും അതിലുണ്ട്. ഞാൻ വിശദമായി പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഇസ്തിഗാഥ നടത്തി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന് തന്നെ വിരുദ്ധമായ പരാമർശങ്ങൾ കാണാം. വസ്തഗാഥ ബിഹി നൂഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂഹ് നബിയോട് ഇസ്തിഗാഥ നടത്തി സഹായം തേടി എന്ന് പറയുന്ന പരാമർശങ്ങൾ കാണാം. വിശുദ്ധ ഖുർആന് തന്നെ എതിരാണ്. നൂഹ് നബി എന്താണ് ചെയ്തതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫദആ റബ്ബഹു വന്നി മഗ്ലൂബൻ ഫന്തസിർ. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ഞാനതാ ഈ ജനതയോട് ഇവരോട് പറഞ്ഞ് ഞാനിതാ ഇവിടെ മുമ്പിൽ തോറ്റുപോയിരിക്കുന്നു, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സഹായം തേടി പ്രാർത്ഥിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ പല ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിർഖണ്ഡനമാണ് നൂഹ് നബി അലൈഹിസ്സലാമിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ, ചരിത്ര യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ നമുക്കതിൽ കാണാനും പറ്റും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പാപമോചനത്തിന് വേണ്ടിയും ശഫാഅത്തിന് വേണ്ടിയും അർത്ഥിക്കുന്ന ആവശ്യപ്പെടുന്ന വരികൾ കാണാൻ പറ്റും. ലോകത്ത് എന്തിനാണ് പ്രവാചകന്മാർ വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചിട്ടുള്ള, നബിയുടെ മുൻപല്ല് പൊട്ടിയിട്ടുള്ള, നബി ചതിക്കുഴിയിൽ വീണിട്ടുള്ള, ശൈബ് അബീ ത്വാലിബിൽ 3 വർഷം പട്ടിണി കിടന്നിട്ടുള്ളതൊക്കെ എന്തിനാണ്? ഈ തൗഹീദ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനാണ്. ആ തൗഹീദിന്റെ ഘടകവിരുദ്ധമായ രീതിയിലുള്ള പരാമർശങ്ങളും അർത്ഥനകളും ഇത്തരം ഗ്രന്ഥങ്ങളിൽ കാണാം. അത് ചെയ്യല്ലേ, അത് അപകടമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് കടന്നു വന്ന അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ഐക്യകണ്ഠേന പ്രബോധനം ചെയ്തിട്ടുള്ള തൗഹീദിന് ഘടകവിരുദ്ധമാണ്. സാക്ഷാൽ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുള്ള പറഞ്ഞതിന് എതിരാണ്. അവരൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇത്. അങ്ങനെ അതിന്റെ ഉള്ളടക്കത്തിലും അപകടങ്ങളുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ശരിയാം വിധം അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കളനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെ കൃത്യമായും അനുധാവനം ചെയ്യൽ അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ആളുകൾ തെറ്റിദ്ധരിക്കുവാൻ നിമിത്തമാകുന്ന ചില കാര്യങ്ങൾ പല വേളകളിലും നമ്മുടെ ആളുകളിൽ നിന്നും ഉണ്ടാവാറുണ്ട്. ഇന്ന് ഈ ഒരു വേളയിൽ ആളുകൾ ചർച്ച ചെയ്യുകയും ഗൗരവമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന പേരിൽ ഒരു പ്രത്യേകമായ കേന്ദ്രത്തിൽ അത് സൂക്ഷിക്കുകയും അത് കൊണ്ടുവന്നു വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്റർ വളരുകയും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാമർശം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം എന്ന് പറയുന്നത് ബറക്കത്തുള്ള കാര്യം തന്നെയാണ് എന്ന വിഷയത്തിൽ തർക്കമില്ല. പക്ഷെ അത് ഇന്ന് ലോകത്ത് ഒരാളുടെ കയ്യിലും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒന്നില്ല. അത് ഭൂമിക്കടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ അതുണ്ട് എന്നതല്ലാതെ വേറൊരാളുടെ കയ്യിലും അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുടി കളഞ്ഞ് അത് വീതം വെച്ചിട്ടുള്ളതൊക്കെ സ്വഹീഹത്തിൽ വന്നിട്ടുണ്ട്. പല ആളുകളുടെ താബീങ്ങളുടെയും സഹാബത്തിന്റെയും കയ്യിലൊക്കെ അതുണ്ടായിരുന്നു. അവരിൽ പലരും അത് തങ്ങളുടെ കഫംപുടവയുടെ കൂടെ വെക്കാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാതെ ലഭ്യമായ ഒരു സംഗതി, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വിൽക്കുകയോ മറ്റൊരാൾക്ക് ഭൗതികമായ താല്പര്യത്തിന്റെ പേരിൽ കൈമാറുകയോ ചെയ്യുന്ന ഒരു രീതി അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പുരോഹിതന്മാരിലും, വിശുദ്ധ ഖുർആൻ പറയുന്നത് പുരോഹിതന്മാരിൽ ജനങ്ങളുടെ ധനം അന്യായമായി ഭുജിക്കുന്ന പുരോഹിത വർഗമുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ആളുകൾ അവർ പലവിധേനയും ജനങ്ങളുടെ ധനം അന്യായമായി അപഹരിക്കും. ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുക എന്ന് പറയുന്നതിന്റെ ആ ഭാഗം മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുള്ളത്, ആളുകളെ സത്യമനുസരിച്ച് ജീവിക്കുവാൻ അനുവദിക്കാതെ അതിൽ നിന്ന് ആളുകളെ പിറകോട്ട് കൊണ്ടുപോകുക ഭൗതികമായ താല്പര്യത്തിന്റെ പേരിൽ എന്ന് ആ ആശയത്തിൽ അദ്ദേഹം അതിന് വിശദീകരണങ്ങൾ നൽകിയതായി കാണാം. മഹാനായ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴച്ചു പോകുന്ന പണ്ഡിതന്മാരെ കുറിച്ചും കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാത്ത സാധാരണക്കാരെ കുറിച്ചുമാണ് പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ഉമ്മത്തിൽ ഒരു പണ്ഡിത വിഭാഗം അവർ വ്യതിചലിച്ചു പോകുന്നുവെങ്കിൽ അതിന് ജൂതന്മാരോടായിരിക്കും സാമ്യം. സാധാരണക്കാർ വഴിവെച്ചു പോകുന്നതെങ്കിൽ അത് ക്രൈസ്തവരോടായിരിക്കും സാമ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാർ അവർ വഴിതെറ്റിപ്പോകുന്നത് കൃത്യമായും കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന പച്ച പരമാർത്ഥം
ജൂതന്മാർക്ക് അറിയാം, സ്വന്തം സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, നബിയെ വകവരുത്താനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ പരമസത്യം മൂടി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജൂതന്മാരോടായിരിക്കും ഈ ഉമ്മത്തിൽ ഒളിവെച്ചു പോകുന്ന ആളുകളെ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാർക്ക് സാമ്യം എന്ന് പറയുന്നത് മഹാരഥനായ താബിഈ പണ്ഡിതനാണ്, എന്റെ വാചകമല്ല. ഈ ഉമ്മത്തിലെ സാധാരണക്കാർ വഴിതെറ്റിപ്പോകുന്നത് ക്രൈസ്തവരുടെ അവസ്ഥയിലായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മൗലിക വിശ്വാസം പോലും ശരിയാവിധം സമർത്ഥിക്കുവാനോ ബോധ്യപ്പെടുത്തുവാനോ സാധ്യമല്ല. ആ വിധത്തിലായിരിക്കും. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക എന്നതല്ലാതെ അതിന്റെ പ്രമാണങ്ങളും അത് എത്രത്തോളം സത്യമായി സമരസപ്പെട്ടു പോകുന്നുണ്ട് എന്നൊന്നും അവർ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യില്ല. ഈ ആയത്തിൽ ഇത്തരം രണ്ട് വിഭാഗങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് താക്കീത് നൽകുകയാണ്. പണ്ഡിതന്മാരിൽ, പുരോഹിതന്മാരിൽ ജനങ്ങളുടെ ധനം അന്യായമായി ഭുജിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ എന്ന ആശയം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ അപകടം വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു മുടി വളരുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കൽ കൂടിയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെ എതിർക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കലാണ്. ഇസ്ലാമിക ശത്രുക്കൾക്ക് മൈലേജ് കൂട്ടാനല്ലാതെ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുകയും സൗമ്യബുദ്ധിയ നസീഹത്തോടുകൂടെ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇതൊരു വഴക്കിന്റെയോ തർക്കവിതർക്കങ്ങളുടെയോ കാര്യമല്ല. നമ്മുടെ വിശ്വാസമായി അഗാധമായി ബന്ധമുള്ള ഒരു കാര്യം കൂടെ ആളുകൾ വഴിതെറ്റി ചിന്തിക്കുവാൻ ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ, ഈ ഒരൊറ്റ പ്രസ്താവനയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്ന് നിരങ്ങുകയാണ്. ദീനിനെ കുറിച്ച്, നബിനെ കുറിച്ച്, നമ്മുടെ ദീനെ പഴഞ്ചനാണെന്ന് സമർത്ഥിക്കുവാനുള്ള അവരുടെ ശ്രമത്തിന് വലിയ ഒരു വേഗത കൂട്ടുവാൻ വരെ ഈ ഒരു പരാമർശം കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചില പരാമർശങ്ങളും ചില ആളുകളുടെ സംസാരങ്ങളും അതിന്റെ ചുവടെ ആളുകൾ ചേർക്കുന്ന അവരുടേതായ അഭിപ്രായങ്ങൾ, കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നബിയോട് ഒരല്പമെങ്കിലും സ്നേഹമുള്ളവന്റെ മനസ്സ് തകർന്നു പോകുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ്. അതിനെന്തിനാണ് ഇങ്ങനെ വഴിവെച്ചു കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് എന്തിനാണ്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്താനും ചീത്ത പറയാനും അവിടുത്തെ മഹത്തായ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുവാനുമുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നു. ഒരിക്കലും ശരിയല്ല. അതേറെ ഗൗരവമുള്ള കാര്യമാണ്. നബിയോടുള്ള സ്നേഹമുള്ള ആളുകൾ സ്വന്തത്തിനുണ്ടാകുന്ന പ്രയാസത്തെക്കാൾ വലിയ പ്രയാസമായി നമ്മളതിനെ കാണുകയും നമ്മളത് തിരുത്തുകയും നമ്മുടെ വൃത്തത്തിൽപ്പെട്ട ആളുകളെ അത് നല്ല രീതിയിൽ അത് പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.